ഇനി അടിക്കരുത്. അടിക്കാൻ ബാബു, ഇത് ഞങ്ങളുടെ കുടുംബകാര്യം, നീ ഇതിലിടപെടരുത്. ഇല്ല, ഈ കുടുംബകാര്യത്തിൽ അനാവശ്യമായി നിങ്ങളും ഇടപെടരുത്. പറയുമ്പോ എല്ലാം പറയണല്ലോ. നിന്റെ മോക്ക് നല്ലൊരു പിയാപ്പള്ളം ഞാൻ കൊണ്ടുവന്നാ 1000 രൂപ എന്റെ കയ്യിൽ വെച്ചു വന്നത് ഇവിടെ സമ്മതിക്കാത്തോണ്ട് നമുക്ക് നഷ്ടമായി. ആ പണം കിട്ടാണ്ട് പറച്ചോൻ വിചാരിച്ചാൽ ഈ കല്യാണം നടത്തൂല. അത് പറയാനാണ് നമ്മളിങ്ങോട്ട് വന്നത്. നിൽക്കൂ. ഈ കല്യാണത്തിന് തടസ്സം 1000 രൂപയാണല്ലേ? അത് നിങ്ങൾക്ക് തന്നാലോ? ആര് തരൂ? ഞാൻ തരാം. എന്നിട്ടെങ്കിലും നിങ്ങൾക്ക് ആ പൈസ തരാം. ഈ കല്യാണം നടക്കട്ടെ. അത് ശരി, കല്യാണം കഴിഞ്ഞ് അന്നെ നമ്മളെ വിശ്വസിക്കൂല. നിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ടോ? അവർ തന്നില്ലെങ്കിൽ ഈ പണം ഞാൻ തരും. എന്താ? ശരി, അപ്പോൾ കല്യാണം ഉറപ്പിക്കാമല്ലോ? ഉറപ്പിക്കാം. ഞാൻ വന്നത് നിങ്ങളുടെ ജോലിക്ക് തടസ്സമായോ? ഇല്ല, വീണ്ടും നന്ദി പറയാൻ തന്നെയാണോ വന്നത്? അല്ല, ഇത്തവണ പരിചയപ്പെടാൻ. എന്താ നിങ്ങൾ സ്റ്റൗവിൽ വെച്ചുണ്ടാക്കുന്നത്? ഇതിന്റെ പേര് പാചകപുസ്തകത്തിൽ ഉണ്ടാവില്ല. കഞ്ഞി. ഞാൻ കഴിച്ചിട്ടുണ്ട്. പനിയെ കിടന്നപ്പോഴായി? അല്ല, എനിക്കിഷ്ടമാണ്. ഓ, കുറച്ച് എനിക്കൂടെ തരാമോ? വെന്തില്ലല്ലോ, ഇരിക്കൂ. കഥകൾ കൈമാറും അനുരാഗമേ, നീയറിഞ്ഞോ നിന്നിലൂറും മോഹഗംഗാജലം, മധുരദേവാമൃതം, മധുരദേവാമൃതം. ഇനിയൊരു വനലത്ത മലരണിയും അതിലൊരു കണ്ണും കണ്ണും